അഭിലാഷ്, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. നമ്മൾ ആ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് വേഗം തന്നെ വരികയാണ് അഭിലാഷ്. നമ്മൾ ഈ കോഴിക്കോട് കൊയിലാണ്ടിയിൽ ക്ഷേത്ര ഉത്സവത്തിനിടെ ആനകൾ ഇടഞ്ഞ് 3 പേർ മരിച്ച സംഭവത്തിൽ റവന്യൂ വകുപ്പും വനം വകുപ്പും ഇന്ന് റിപ്പോർട്ട് സർക്കാരിന് കൈമാറുകയാണ് അല്ലേ? മാത്രമല്ല, ഈ അപകടത്തിൽ മരിച്ച കുറവങ്ങാട് സ്വദേശികൾ ഇപ്പോൾ ലീല, അമ്മുക്കുട്ടി, രാജൻ അല്ലേ, ഇപ്പോൾ ഇവരുടെയൊക്കെ ഒരു പോസ്റ്റ്മോർട്ടവും ഇന്ന് നടക്കുമല്ലേ അഭിലാഷ്? അതെ, തീർച്ചയായിട്ടും. ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് 6:15 കൂടിയാണ് ഈ ക്ഷേത്രത്തിൽ, ഞാൻ നിൽക്കുന്നത് ഇപ്പോൾ മണക്കുളങ്ങര ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തിലാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. 3 പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചിരിക്കുന്നു. 2 പേർ തൽക്ഷണം ഇവിടെ നിന്ന് തന്നെ നമുക്ക് കാണുന്ന ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുമെന്ന് കരുതുന്നു. ആ മേഖലയിൽ ആണ് അവിടെ അപകടത്തിൽ മരിക്കുന്നത്. അതായത് ആന തിടമ്പേറ്റിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഇതിനിടയിലാണ് അതിലുണ്ടായിരുന്ന ഒരാന മറ്റൊരാനയെ കുത്തുന്നൊരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് 2 ആനകളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏതാണ്ട് 1 മിനിറ്റ് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുകൂടുകയൊക്കെ ചെയ്യുകയും ചെയ്തു. അതോടുകൂടിയാണ് ആ ക്ഷേത്രത്തിൽ തിടപ്പള്ളി എന്ന് പറയുന്ന ആ സ്ഥലം ഇടിഞ്ഞു വീഴുകയും അതുമായി ബന്ധപ്പെട്ടുള്ള അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തത്. ഏതായാലും 3 പേരുടെ മരണം ഇന്നലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. 32ഓളം പേർക്ക് അപകടത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 8 പേരുടെ നില ഗുരുതരമാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് ആശുപത്രിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ജീവഹാനി അടക്കം അത്തരത്തിലൊരു അപകടമല്ല എന്നുള്ള കാര്യം കൂടി പറയുന്നത്. ഏതായാലും കാലുകൾക്കും കൈകൾക്കുമുള്ള പരിക്കുകളാണ് എന്നുള്ളതാണ് ഒരു ആശ്വാസകരമായ ഒരു കാര്യം എന്നുള്ളത്. ഏതായാലും ഇന്നലെ വൈകുന്നേരം സൂചിപ്പിച്ചപ്പോൾ തന്നെ 6:15 കൂടിയാണ് ഇവിടെ ഈ ക്ഷേത്രത്തിലെ ചടങ്ങുകൾ നടക്കുകയും അതോടൊപ്പം തന്നെ 2 വരവുകൾ ഈ ക്ഷേത്രത്തിലേക്ക് വരാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്ര പരിസരത്ത് ഏതാണ്ട് 100 ആളുകൾ, 100-ൽ താഴെ മാത്രം ആളുകൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതേസമയത്ത് ഗ്രൗണ്ട് ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഏതാണ്ട് നിരവധി ആളുകൾ 2 ഭാഗത്തായത് 2 വരവായിരുന്നു വരേണ്ടത്. ആ വരവുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ ഗ്രൗണ്ടിലും അതോടൊപ്പം തന്നെ മറ്റു ഭാഗങ്ങളുണ്ടായിരുന്നു. സാധാരണഗതിയിൽ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ശിവേലി കഴിഞ്ഞാൽ ഈ വരവിനെ സ്വീകരിക്കാൻ ഇത് പുറത്തേക്ക് നീങ്ങും. ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്തേക്ക് നീങ്ങും. അതിനുശേഷം വരവിനെ സ്വീകരിച്ചതിന് ശേഷം ഈ താലപ്പൊലിയിലേക്ക് പോവുകയാണ് സാധാരണഗതിയിൽ ചെയ്യാറ്. കാരണം ശിവക്ഷേത്രത്തിൽ നിന്ന് താലപ്പൊലിയുമായി വരും. അതിനുശേഷം ആ താലപ്പൊലിയും അതോടൊപ്പം തന്നെ വരവും എല്ലാം കൂടി ഈ ക്ഷേത്രാങ്കണത്തിലേക്ക് വരേണ്ടതാണ്. കാരണം അപ്പോഴത്തേക്കും ഈ ക്ഷേത്രാങ്കണം തിങ്ങി നിറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതായത് 100,000-കണക്കിന് ആളുകൾ ഈ ക്ഷേത്രാങ്കണത്തിലേക്ക് വരും. അതായത് ഈ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊന്നാണ്. അതോടൊപ്പം തന്നെ വലിയ തരത്തിൽ ആളുകൾ എത്തിച്ചേരുന്ന ഒരു ഉത്സവം കൂടിയാണ് ഇത് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ 6 ആനകളോളം ഇവിടെ ഉണ്ടാവാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഈ വർഷം ഇത് 3 ആനകളായിരുന്നു. പക്ഷേ ആ സമയത്ത് 2 ആനകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഈ 2 ആനകൾ തമ്മിൽ കുത്തുകൂടുകയും അതോടൊപ്പം തന്നെ വലിയ തരത്തിലുള്ള പരിക്കേൽക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഒരു ആനയ്ക്കും കാര്യമായ പരിക്കേറ്റിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയുന്നത്. ഏതായാലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് കൊയിലാണ്ടി താലൂക്കിൽ കൊയിലാണ്ടിയിലെ 9 ഡിവിഷനുകൾ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർവകക്ഷിയുടെ ആഭിമുഖ്യത്തിലാണ് ഹർത്താൽ നടക്കുക. ഏതായാലും 10 മണിയോടുകൂടി തന്നെ ഈ നേരത്തെ മരിച്ചിരിക്കുന്ന 3 പേരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടക്കുകയും ചെയ്യും. മറ്റൊന്ന് അഭിലാഷ്, ബ്രൂവറി വിവാദങ്ങൾക്കിടെ ഇപ്പോൾ ഈ എലപ്പുള്ളി പഞ്ചായത്തിൽ CPIMന്റെ അവിശ്വാസ പ്രമേയം ഇന്നാണല്ലേ? ഇപ്പോൾ ഈ പഞ്ചായത്തിൽ വികസന മുരടിപ്പെന്നും അഴിമതിയൊക്കെ ഒരു പ്രതിപക്ഷ ആരോപണവും ആക്ഷേപവും ഉണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഏലുപ്പള്ളി പഞ്ചായത്തിൽ ഇപ്പോൾ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. പക്ഷേ അവിടെ കോൺഗ്രസിന് ആവശ്യമുള്ള ഭൂരിപക്ഷമില്ല. കാരണം 22 അംഗങ്ങളാണ് പഞ്ചായത്ത് ഭരണസമിതിയിൽ ഉള്ളത്. അതിൽ 9 പേരുടെ പിന്തുണ കൂടി മാത്രമാണ് കോൺഗ്രസിനുള്ളത്. ഇത് ഇപ്പോൾ CPM ആരോപിക്കുന്നത് BJPയും അതോടൊപ്പം തന്നെ കോൺഗ്രസും തമ്മിലുള്ള കൂട്ടുകെട്ടാണ് ഇത്തരത്തിൽ ഒരു വികസന മുരടിപ്പിനും അതോടൊപ്പം തന്നെ ജനങ്ങൾക്ക് വേണ്ടുന്ന സേവനങ്ങൾ ലഭ്യമാകാതിരിക്കാനുള്ള ഒരു കാരണം എന്നുള്ളതാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. ഏതായാലും ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റും അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റുമെതിരെയാണ് ഇപ്പോൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അവിശ്വാസ പ്രമേയത്തിന് അവതരണാനുമതി ലഭിക്കണമെങ്കിൽ 12 പേരുടെ പിന്തുണ ലഭിക്കേണ്ടതുണ്ട്. പക്ഷേ CPMന് 8 പേരുടെ പിന്തുണ മാത്രമാണുള്ളത്. അതോടൊപ്പം തന്നെ BJPയുടെ പിന്തുണ ലഭിച്ചാൽ മാത്രമേ അവതരണാനുമതി തന്നെ ലഭിക്കൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും എങ്ങനെ പോകുന്നു എന്ന് നോക്കാം. രാഷ്ട്രീയമായി തന്നെ അതിൽ ഉപയോഗപ്പെടുത്താനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ CPMന്റെ ഭാഗത്തുണ്ടാകുന്നത്. അതായത് കോൺഗ്രസ് BJP ബന്ധം ആരോപിക്കാനുള്ള ഒരു കാരണം കൂടിയായി കണ്ടെത്താനുള്ള അത്തരത്തിലുള്ള ശ്രമം കൂടിയാണ് ഇപ്പോൾ CPMന്റെ ഭാഗത്ത് നടക്കുന്നത്. ഏതായാലും രാഷ്ട്രീയമായ ഒരു ലക്ഷ്യം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ ഈ ബ്രൂവറി വിവാദവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതിരോധത്തിലായ CPM അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ ഒരു മറുമരുന്ന് എന്നുള്ള നിലയിലേക്ക് തന്നെയാണ് ഇതിനെ കാണുകയും ചെയ്തത്. അതോടൊപ്പം തന്നെ BJP കോൺഗ്രസ് കൂട്ടുകെട്ടിനെ പുറം ലോകത്തെ അറിയിക്കാനുള്ള ശ്രമം കൂടിയാണ് CPMന്റെ ഭാഗത്തുനിന്ന് ഈ അവിശ്വാസ പ്രമേയത്തിലൂടെ നടക്കുന്നത്.